ക്രിസ്മസ് ട്രീ നമുക്ക് സിമ്പിളായിട്ട് ഒരു 3-4 ഐറ്റം കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഫിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളായിട്ടുള്ളൊരു കമ്പിയാണിത്. ഇത് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അറൗണ്ട് ഒരു 30 to 40. പിന്നെ PVC പൈപ്പ് കൊണ്ടിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിനടിയിൽ ഒരു ഹോൾഡ് ചെയ്യാനായിട്ട് 4 പലകയും വെച്ചിട്ടുണ്ട്. പിന്നെ ആ കമ്പി ഇതുപോലെ നമുക്ക് ലെയറായിട്ട് വെക്കാം. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കെട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് ഭയങ്കരമായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് ആകുമ്പോൾ അത് ഇളകി വീഴും. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ സാധനം മേടിക്കുക. അത് അതിൻ്റേതായിട്ടുള്ള അളവിൽ, അതായത് കമ്പിൻ്റെ ഓരോ അളവിലും ഇങ്ങനെ ലെയറായിട്ട് കട്ട് ചെയ്യുക. ബ്രാഞ്ചസും അതുമായിട്ട് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പിന്നീട് യൂസ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇളകി പോരാത്ത രീതിയിലുള്ള നല്ല പശ മേടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. ആൻഡ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഫൈനലി നിങ്ങളുടെ ട്രീ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര ബ്രാഞ്ചസ്, എത്ര ലെയർ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കുറേ ബോൾസും അതുപോലെ ഡെക്കറേറ്റിംഗ് സാധനങ്ങളും കൊണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ബോൾസ് ആണ് യൂസ് ചെയ്തത്. അത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സീരിയൽ ബൾബും ഫെയറി ലൈറ്റ്സും കൂടെ ഒക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ ലുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി കിട്ടും. റിയലി നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രിസ്മസ് ട്രീക്കാരും അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കായിരിക്കും. കാരണം ഇതിന്റെ ബ്രാഞ്ചസ് നമ്മൾ കൂടുതൽ വെക്കും തോറും അതിന്റെ ഭംഗി കൂടിയിട്ടുണ്ടാവും. ടോട്ടൽ കോസ്റ്റും വളരെ ലോ ആയിരിക്കും. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ട്രീന്റെ അത്രയും 1% പോലും കാശാവത്തില്ല അതിന്റെ സാധനങ്ങൾ മേടിക്കുന്നതിന്. ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ എപ്പോഴും ഗിഫ്റ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു കാണിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു empty ബോക്സസ് എടുത്ത് ഇതുപോലെ ഗിഫ്റ്റ് പേപ്പറിലൊന്ന് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമായിട്ട് മാറും. ഈ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.